ഹൊയ് 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 ഹോ തന്താ തന്താരേ തന്താ തന്താരേ ഹൊയ് 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 ഹോ ഹൊയ്. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. ആ സമയത്താണ് നാരദ മഹർഷി അവിടെ സന്നിഹിതനായത്. അദ്ദേഹം വിവരങ്ങളെല്ലാം അറിഞ്ഞു. നാരദ മഹർഷി, എന്റെ ഭർത്താവ് മോഹാലസ്യത്തിൽ നിന്നും ഉണരുന്നില്ല. എന്താണിനിയൊരു വഴി? ഉത്കണ്ഠയോടെ ശ്രീ പാർവതി ചോദിച്ചു. ഒരു വഴിയുണ്ട്. എല്ലാവരും കാതോർത്തു നിന്നു. ഭൂമിയിൽ പാണനാർ എന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ ഇവിടെ വരുത്തണം. പാണനാർ ഉടുക്കുകൊട്ടിപ്പാടും. ആ പാട്ട് കേട്ടാൽ പരമശിവൻ ഉണരും. ഉടൻ ഭൂമിയിലേക്കാളു പോകട്ടെ, നാരദൻ നിർദ്ദേശിച്ചു. ഭൂതഗണം ഭൂമിയിലേക്ക് പാഞ്ഞു. പാണനാരെ കണ്ടുപിടിച്ചു. എന്താ കാര്യം? അവർ കാര്യം പറഞ്ഞു. ഇപ്പോൾ വരാൻ നിവൃത്തിയില്ല. പാണനാർ പെട്ടെന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ പറയരുതേ. സാക്ഷാൽ ഭഗവാനെ മോഹാലസ്യത്തിൽ നിന്നും ഉണർത്താൻ താങ്കൾക്കേ കഴിയൂ. വേഗം വരൂ. ഉടൻ എനിക്ക് വരാൻ കഴിയില്ല പാണനാർ. കാരണം എന്റെ മനസ്സിൽ മോഹങ്ങളുണ്ട്. മോഹങ്ങളുള്ള ഒരാൾ ഭഗവാനെ നേരിട്ട് ദർശിക്കാൻ പാടില്ല. ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. മോഹം സാധിച്ചു തരാം ഭൂതഗണം. എനിക്ക് വിവാഹം കഴിക്കണം. വേഗം ഒരു പെണ്ണിനെ അന്വേഷിച്ചു കൊണ്ടുവരിൻ. താമസിച്ചാൽ ഭഗവാന് വല്ല കുഴപ്പമോ ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം ഞാൻ നോക്കിക്കോളാം, പാണനാർ പറഞ്ഞു. ഭൂതഗണം പാണനാർക്കൊരു പെണ്ണിനെ അന്വേഷിച്ചു നടന്നു. അവസാനം കണ്ടെത്തി. സൗന്ദര്യവും ചുറുചുറുക്കുമുള്ള ഒരു കന്യക. വിവാഹം നടന്നു. ഇനി കൈലാസത്തിലേക്ക് പോകാം. ഒരാവശ്യം കൂടി ഉന്നയിച്ചു പാണനാര്. എന്റെ ഉടുക്ക് വളരെ പഴയതാണ്. പുതിയൊരു ഉടുക്ക് വേണമെനിക്ക്. എങ്ങനെയുള്ള ഉടുക്കാണ് വേണ്ടത്? 1 നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള വരിക്കപ്ലാവിന്റെ നാരായ വേരിൽ കടഞ്ഞെടുത്തതായിരിക്കണം ഉടുക്ക്. വേറെ നിബന്ധനകളൊന്നുമില്ല, പാണനാർ പറഞ്ഞു. അത്തരമൊരു ഉടുക്കുണ്ടാക്കിക്കൊണ്ടുവന്നു ഭൂതഗണം. പാണനാർ അവരോടൊന്നിച്ച് കൈലാസത്തിലേക്ക് യാത്രയായി. കൈലാസത്തിലെത്തി. പരമശിവന്റെ കിടപ്പ് കണ്ട് പാണനാരുടെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം ഉടുക്കെടുത്ത് കൊട്ടിപ്പാടിത്തുടങ്ങി. ഉടുക്ക് കൊട്ടിപ്പാടുന്നേ, ഉയിരു കൊടുത്തു പാടുന്നേ, ശ്രീ പാർവതി ഭർത്താവെ ഉണരു ഉണരു ഉണരു. ശ്രീ പരമേശ്വരൻ കണ്ണു തുറന്നു. എഴുന്നേറ്റിരുന്നു. പാർവതി സന്തോഷം സഹിക്കാനാവാതെ കരഞ്ഞു. ഭർത്താവിൻ്റെ പാദങ്ങളിൽ വീണു. ഇനി അടിയൻ പോകട്ടെ, പാണനാർ ചോദിച്ചു. പാർവതി തൻ്റെ കഴുത്തിൽ നിന്നും മുത്തുമാല ഊരിയെടുത്തു. പാണനാർക്ക് നീട്ടി. പാണനാർ 2 കൈകളും നീട്ടി ആ സമ്മാനം വാങ്ങി കണ്ണോടണച്ചു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. വായിച്ചത് പ്രീതി. ഹൊയ് 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 ഹോ തന്താ തന്താരേ തന്താ തന്താരേ ഹൊയ്